पीने की असली मसाला याबर चवनप्राण നിന്റെ കല്യാണമൊക്കെ ഇവിടം വരെ ആയടാ. നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. അത് കയ്യിലിരിപ്പുണ്ടല്ലേ. അഹങ്കാരം കൂടിയാ എങ്ങനെ ഇരിക്കും? പിന്നെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല. 4-5 വർഷം പണിയെടുത്ത് 4 കാശുണ്ടാക്കുന്നു, എന്നിട്ട് മതി കല്യാണം കടവണം. ഞാനെന്താ ഇവിടെ നിൽക്കുന്നത്? പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ. അതെന്താ? നാട്ടിലെ കാര്യം സാറിന് അറിയില്ല. താമസിച്ച അവരാ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. അല്ല, ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം. നിന്റെ നാട്ടിൽ ഈ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ. അതല്ല. ഏതല്ല? അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണെ പോട്ടെ. മോഹിച്ച പെണ്ണെ കെട്ടാൻ പറ്റാത്തവരും വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ? സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? പക്ഷെ എന്റെ മീനാക്ഷി. നിന്റെ മീനാക്ഷി? അതവളുടെ പേര്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ. അതിലും ഭേദം മരിക്കുന്നതാ. ഞാൻ അത്രയ്ക്ക് അവിടെ മോഹിച്ചു പോയി സാർ. എന്താടാ ഇത്? ഇങ്ങനെയാണോ ഡ്രിങ്ക് മിക്സ് ചെയ്യുന്നത്? ഇവിടെ സോഡ ഒരു ഒഴിച്ചു വെച്ചിരിക്കുന്നു. അതങ്ങനെ അവളെ ഇവിടെ സ്വപ്നം കണ്ടോണ്ടല്ലേ ഓരോന്നും ചെയ്യുന്നേ. ഇഡിയറ്റ്. എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല നിനക്ക്? സാർ, ഞാൻ നിന്റെ തെമ്മാടിത്തരം കുറെ കൂടുന്നുണ്ട്. പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു. ഇനി പറ്റില്ല. ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട. അത് ഞാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തു. നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ പടക്കാം. സാർ, ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ ചോദ്യം ചെയ്യുന്നുടാ. മേലെല്ലാം എന്റെ മുമ്പിൽ കണ്ടുപോലും. ഇങ്ങനെയാണോടാ വെപ്പൺ ക്ലീൻ ചെയ്യുന്നത്? ഇഡിയറ്റ്, ലേസി ക്രീച്ചർ. അത് സാർ ഞാൻ നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഇന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി. ദേഹം അല്ലെങ്കിൽ ജോലി ചെയ്യണം. ടേക്ക് ഇറ്റ് ആൻഡ് ടേക്ക് ഹിം ടു ദ ഗ്രൗണ്ട്. തോക്ക് ഉയർത്തി പിടിച്ച് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഓടിക്കണം. ഡോണ്ട് സ്റ്റോപ്പ് ടിൽ ഐ സേ. Take him. ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത്? വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും. വേണമെങ്കിൽ എന്നല്ല, വേണം. കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട്. ജോലിക്കാളില്ല. ഡിസ്ചാർജ് ചെയ്യും. കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ അല്ലേ സാർ? അതെ അതെ. സാർ, RR കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത്. സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ.
കാശ്മീരിലേക്ക് എന്നെ ആറാറിന് അയക്കാന്ന് കേട്ടു. അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി എല്ലാവരെയും ഒരു പക്ഷേ അവസാനമായിട്ടാണെങ്കിലും. സാധ്യമല്ല. ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ്. ഒരു പട്ടാളക്കാരന് നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒരു കീഴ് ജീവനക്കാരനല്ല, എന്റെ അനുജനോട് നീ സാറ് പറഞ്ഞിട്ട്. ആ നിലയിൽ ഞാൻ ചോദിക്കാം, ഞാൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? അതറിഞ്ഞാ മതി, ഞാൻ ഈ നരകത്തിലേക്ക് എവിടെയും പൊക്കോളാം. എനിക്കൊന്നും പറയാനില്ല, നിനക്ക് പോവാ. ഞാൻ പോവാ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിച്ചു പോയി. എനിക്ക് എപ്പോഴും സാറിന് ഇഷ്ടാ, എന്റെ മീനാക്ഷിയേക്കാൾ കൂടുതൽ ഇഷ്ടാ. എന്നെ ശമിക്കരുത്, വെറുക്കരുത്. Excuse me. നാളെ എന്റെ വിവാഹമാണ്, ക്ഷണിക്കാൻ വന്നതാ. ക്ഷണിക്കാൻ നീ തന്നെ വന്നത് എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ Please, listen to me. At least this time. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടു സേ താങ്ക്സ്, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരവസരം തന്നതിന്. രണ്ട്, അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ. നന്ദി സ്വീകരിക്കും. മൈ പ്ലഷർ. പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം വൈകിപ്പോയില്ലേ? ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, സ്വാതമിക്കോളും. എസ്കേപ്പിസം. ദിസ് ഇസ് എസ്കേപ്പിസം. സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. Only cowards do that. And I don't want to believe that you're one of them. Because once I loved you. നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം, അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞിക്കിടപ്പുണ്ട്. നിർത്തണ്ട, പറയാൻ ഒരുങ്ങി വന്നതെല്ലാം പറഞ്ഞോളൂ. എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത്? വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹീറോ വർഷം, ഫാസിനേഷൻ. അത് തന്നെയായിരുന്നു രവിക്ക് എന്നോടും. യു ഫെൽ ഫോർ മൈ ലുക്സ് ആൻഡ് നെവർ ബോദർഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ. പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെയാണ് കോവിലകത്തെ ആഠ്യത്വവും യാഥാസ്ഥിതികത്വവും പട്ടാളച്ചിട്ടയും കൂടി വളർത്തിയ രവിവർമ്മ തമ്പുരാനും മിസസ് സ്വാതി തമ്പുരാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത്. എനിക്കറിയാത്തതൊന്നും നീ ഇതുവരെ പറഞ്ഞില്ല. അറിയാത്തത് പറയാം, ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ അബോർഷൻ. Let's not talk about it. We must talk. അതെന്റെ ആവശ്യമാണ്. I am not your wife anymore and I am not ready to take any bullshit.
മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല. അപ്പോൺ ഗോഡ്, ഞാൻ അതിൽ നിരപരാധിയാണ്. ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച മെന്റൽ ആഗ്നി ആവണം അതിന് കാരണം. ഇന്നോർക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തോന്നുന്നുണ്ട്. മറ്റൊരു ജീവനെ കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. തീർന്നോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ. രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ്. അത് വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല, പിടിച്ചു വാങ്ങാനും പറ്റില്ല. രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രവിക്ക് രവി അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. You are a narcissist. You can only love one person in this world. That's yourself. മതി, കൂടുതലൊന്നും പറയണ്ട. എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല. തിരിച്ചും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം. രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഗുഡ് നൈറ്റ്. വൈകിപ്പോയെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നെനിക്കറിയാമായിരുന്നു. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. താങ്ക് യു. എവിടെയാണെങ്കിലും രവിയെ ഞാൻ മറക്കില്ല. എന്നും എൻ്റെ ഒരു നല്ല സുഹൃത്തായി എന്നോടൊപ്പം ഉണ്ടാവണം. ഉണ്ടാവും.